ഉദ്ഘാടന വേദിയിൽ ആളുകളെ കൊണ്ട് നിറഞ്ഞ് കവിഞ്ഞിരിക്കുന്നു. കാര്യം UDF-നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും തെരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞ ഒരു വാഗ്ദാനമായിരുന്നു. അത് വാഗ്ദാനം നിറവേറ്റുന്നു എന്ന് മാത്രമല്ല, കേരളത്തിലെ സ്ത്രീകൾക്ക് ഓർഡിനറി ബസ്സുകളിലൊക്കെ സഞ്ചരിച്ച് അവർക്ക് വലിയൊരു തുക മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കാൻ പറ്റും. ഈ ടിക്കറ്റിന് വേണ്ടി ചിലവാക്കുന്ന പൈസ. ഷെഫീദ്, ഈ ധന്യ നിമിഷം, ഈ സന്തോഷകരമായ നിമിഷം എങ്ങനെയാണ് പ്രവർത്തകരും UDF ആളുകളും പങ്കുവയ്ക്കുന്നത്? നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ UDF സർക്കാരിനെ സംബന്ധിച്ച് അവർ അധികാരത്തിലെത്തി അവർ ആദ്യം നടപ്പിലാക്കുന്ന ഒരു വലിയ പദ്ധതി എന്നുള്ളൊരു പ്രത്യേകത ഇതിനെ സംബന്ധിച്ചിട്ടുണ്ട്. മാത്രമല്ല നമുക്ക് ഈ വേദിയിൽ തമ്പാനൂർ സെൻട്രൽ ഡിപ്പോയിൽ പ്രധാനപ്പെട്ട ഒരു വേദിയോട് ചേർന്ന് ഒരുക്കിയിരിക്കുന്ന വേദി, ആ വേദിയിൽ തന്നെ നമുക്ക് അതിന്റെ ആഘോഷങ്ങളടക്കം കാണാൻ സാധിക്കും. പല ഭാഗത്തു നിന്നുള്ള പ്രവർത്തകർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. മാത്രമല്ല നമുക്ക് വേദിക്കകത്ത് ഡയസിനകത്ത് നമുക്ക് മന്ത്രി CP ജോണിനെ കാണാം, അതേപോലെ KA തുളസിയെ കാണാം, കൂടാതെ പ്രമോദ് ശങ്കർ ഗതാഗത വകുപ്പ് സെക്രട്ടറിയാണ്, TV അനുപമ ഉദ്യോഗസ്ഥയാണ്, അവരടക്കം മുഴുവൻ ആളുകളെ നമുക്ക് ഈ വേദിയിൽ കാണാമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ ഈ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തൊന്നും ഇങ്ങനൊരു വേദിയോ അല്ലെങ്കിൽ ഇങ്ങനെ ഈ വേദിയിലേക്കൊക്കെ കയറിയിട്ടുള്ള പ്രവർത്തകരുടെ ആവേശമൊന്നും നമുക്ക് കാണാൻ സാധിക്കില്ല. പക്ഷേ ഇവിടെ അങ്ങനെയുണ്ട്. കാരണം UDF-നെ സംബന്ധിച്ച് UDF വളരെ പ്രധാനപ്പെട്ട രീതിയിൽ അതല്ലെങ്കിൽ അവർ വളരെ അഭിമാനത്തോടുകൂടി നടപ്പിലാക്കുന്നതാണ്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സൗജന്യ യാത്രാ പ്രഖ്യാപനം തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപാണ് നടത്തുന്നത്. അതിനുശേഷം എങ്ങനെ കേരളത്തിന്റെ ഒരു എക്കണോമിക് ഇമ്പാക്ട് അടക്കമുള്ള കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് നടപ്പിലാക്കുമെന്ന് പലതരത്തിലുള്ള ആശങ്കയുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴൊക്കെ സർക്കാർ അതല്ലെങ്കിൽ മുഖ്യമന്ത്രി VD സതീശൻ ഇക്കാര്യത്തിൽ പറഞ്ഞത് നിലവിലത്തെ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി വെച്ചുകൊണ്ട് നമുക്ക് നടപ്പിലാക്കാൻ കഴിയും. പകരം ഈ KSRTCയുടെ റവന്യൂ വരുമാനം അടക്കമുള്ള കാര്യങ്ങളിൽ കൂടുതൽ മെച്ചപ്പെടുത്തലുകൾ ഉണ്ടാവുക എന്നുള്ള കാര്യമാണ്. അത് നമുക്ക് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ ഉന്നത ഉദ്യോഗസ്ഥർ നൽകിയ ഉത്തരവിൽ നടക്കം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതായത് നിലവിൽ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ഒരു പ്രശ്നങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന സാമ്പത്തിക ഇമ്പാക്ട് അത് KSRTC മറികടക്കുക മറ്റു പല രീതിയിലുമായിരിക്കും. ആ രീതി എങ്ങനെയാണെന്ന് ചോദിച്ചാൽ കൂടുതൽ സർവീസുകൾ അടക്കമുള്ള കാര്യങ്ങൾ അത് വരുത്തിക്കൊണ്ടായിരിക്കും, കൂടുതൽ സർവീസുകൾ അടക്കം നടപ്പാക്കിക്കൊണ്ടായിരിക്കും ഈ അധിക വരുമാനം എന്നുള്ള കാര്യത്തിലേക്ക് KSRTC കടക്കുക. പക്ഷേ പദ്ധതിയിൽ നിന്ന് പിന്നോട്ടില്ല. അല്പസമയത്തിനുള്ളിൽ മുഖ്യമന്ത്രി VD സതീശൻ ഈ വേദിയിലേക്ക് എത്തുമെന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനുശേഷമായിരിക്കും ഉദ്ഘാടന പരിപാടിയിലേക്ക് കടക്കുക. വളരെ ഒരു കുറച്ചു നേരം മാത്രമുള്ള ഒരു ഉദ്ഘാടന പരിപാടിയായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാവുക എന്നുള്ളതും നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയൂ. നമ്മൾ ആവർത്തിച്ച് പറഞ്ഞതുപോലെ കോൺഗ്രസിനെ സംബന്ധിച്ച് UDF-നെ സംബന്ധിച്ച് അവർക്ക് വലിയ അഭിമാനമുള്ള ഒരു നിമിഷം കൂടിയാണ്. അതിന്റെ ഒരു ആരവം നമുക്ക് ഇവിടുത്തെ ഈ പ്രവർത്തകരിൽ കാണാൻ സാധിക്കും. മാത്രമല്ല ഇനിയുള്ള യാത്ര അടക്കമുള്ള കാര്യങ്ങൾ അത് കേരളത്തിന്റെ ചരിത്രമാണ് എന്നുള്ളതാണ് ഇപ്പോൾ സർക്കാർ അവകാശവാദമായി ഉന്നയിക്കുന്നത്. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഓർഡിനറി ബസ്സുകളിൽ സൗജന്യ യാത്ര 100 ദിവസത്തിന് ശേഷം ആ സൗജന്യം മറ്റു ബസ്സുകളിലേക്ക് വ്യാപിപ്പിക്കുന്നത് സംബന്ധിച്ചുള്ള തീരുമാനം അതടക്കമുള്ള മുഴുവൻ കാര്യങ്ങളും വരുമെന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അല്പസമയത്തിനുള്ളിൽ KSRTCയിലെ ഈ വേദിയിലേക്ക് മുഖ്യമന്ത്രി VD സതീശൻ എത്തും. VD സതീശൻ എത്തിയാൽ ആദ്യം നടക്കുക ഉദ്ഘാടന സമ്മേളനമായിരിക്കും. അതിനുശേഷം ഫ്ളാഗ് ഓഫ് ഉണ്ടാകും. ഫ്ളാഗ് ഓഫിന് ശേഷം തമ്പാനൂർ സെൻട്രൽ ഡിപ്പോയിൽ നിന്ന് സെക്രട്ടേറിയറ്റിലെ ദർബാർ ഹാളിലേക്ക് മന്ത്രിമാരും മുഖ്യമന്ത്രിയും അടക്കം സ്ത്രീകൾക്കൊപ്പം ഓർഡിനറി ബസ്സിൽ യാത്ര ചെയ്യും. അതിനുശേഷം മറ്റു പരിപാടികളും ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകും. ഇതേ സമയം തന്നെ മറ്റു മറ്റു ജില്ലകളിലും ഈ KSRTC ഡിപ്പോകൾ കേന്ദ്രീകരിച്ച് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഉദ്ഘാടന പരിപാടികൾ അടക്കമുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. നമുക്ക് ഈ വേദിയിലെ നമുക്ക് CP ജോണിനെ അടക്കമുള്ള ആളുകളെ കാണാൻ സാധിക്കും. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വനിതകളെ ലക്ഷ്യം വെച്ചുകൊണ്ട് അല്ലെങ്കിൽ വനിതകൾക്ക് കൂടുതൽ മുന്നോട്ട് കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യമാണ് സർക്കാർ എന്ന് പറയുന്നു. അതിന് സർക്കാർ കുറച്ച് സാമ്പത്തികമായി ബാധ്യത സഹിച്ചാലും കുഴപ്പമില്ല എന്നൊക്കെയുള്ള നിലപാടുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മന്ത്രി K തുളസി കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. മിനിസ്റ്റർ, ഇതൊരു ഭയങ്കര സന്തോഷത്തിന്റെ നിമിഷമാണ്. ഇത് ഈ യാത്ര എങ്ങനെ കാണുക മിനിസ്റ്റർ? ഇത് കേരളത്തിലെ സ്ത്രീകളെയും പെൺകുട്ടികളെയും സംബന്ധിച്ച് വളരെ സന്തോഷവും അഭിമാനവും അവർക്ക് കൊടുക്കുന്ന ഒരു പദ്ധതിയാണ്. ഇന്നിപ്പോ അതിന്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു കഴിഞ്ഞാൽ 9 മണിക്ക് ശേഷം കേരളത്തിൽ എവിടെയും സ്ത്രീകൾക്ക് ഈ ബസ്സിൽ സൗജന്യമായിട്ട് യാത്ര ചെയ്യാനായിട്ട് സാധിക്കും. അത് സാധാരണക്കാരായുള്ള സ്ത്രീകളുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം കൊണ്ടുവരും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. സ്ത്രീ സുരക്ഷ, സ്ത്രീ മുന്നേറ്റം ഇക്കാര്യത്തിൽ സർക്കാർ കൊടുക്കുന്ന ഏറ്റവും പ്രൈം പ്രയോറിറ്റി കൊടുക്കുന്നുള്ള കാര്യമാണോ ഈ പദ്ധതി കൊണ്ട് വ്യക്തമാക്കുന്നത്? തീർച്ചയായിട്ടും. കാരണം സ്ത്രീകളുടെ പെൺകുട്ടികളുടെ ഉന്നമനം ഒരു സമൂഹത്തിന്റെ മാറ്റത്തിൽ മുന്നേറ്റത്തിൽ വലിയ ചരിത്രം സൃഷ്ടിക്കുന്ന മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സ്വാഭാവികമായിട്ട് സാധിക്കും. മറ്റ് സർവീസുകൾ മറ്റ് ബസ്സുകളിൽ കൂടി ഇത് വ്യാപിപ്പിക്കണം എന്നുള്ള അഭിപ്രായം മന്ത്രിക്കുണ്ടോ? പഠനം നടത്തേണ്ട ഒരു കാര്യമാണ്. കാരണം നമ്മളൊരു പദ്ധതി ആദ്യമായിട്ട് ഒരു സംസ്ഥാനത്ത് അവതരിപ്പിക്കുമ്പോൾ അത് നടപ്പിലാക്കുമ്പോൾ അത് മാതൃകാപരമായിട്ട് നടപ്പിലാക്കി അത് വിജയത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഒരു സർക്കാരിന്റെ ദൌത്യം. അതാണ് ഇപ്പോൾ സർക്കാർ ചെയ്യുന്നത്. ബാക്കിയുള്ള കാര്യങ്ങൾ അതിന്റെ തുടർ അവലോകനവുമായിട്ട് ബന്ധപ്പെട്ട് മറ്റുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകും. എന്തായാലും ഇപ്പോൾ മന്ത്രി K തുളസിയാണ് നമ്മളോടൊപ്പം സംസാരിച്ചത്. കൂടുതൽ കോൺഗ്രസ് നേതാക്കളടക്കം ഈ വേദിയിലേക്ക് വരുന്നത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. വലിയ രീതിയിൽ അതായത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അവർ മുന്നോട്ട് വെക്കുന്ന ഒരു പ്രധാനപ്പെട്ട പദ്ധതി പ്രതിപക്ഷ വിമർശനം അടക്കമുള്ള കാര്യങ്ങൾ ഒരു ഭാഗത്ത് നിലനിൽക്കുമ്പോഴും അത് പൂർണ്ണ അർത്ഥത്തിൽ നടപ്പിലാക്കാൻ കഴിയുന്നു എന്നുള്ളത് സർക്കാരിനെ സംബന്ധിച്ച് വളരെ അഭിമാനകരമായ കാര്യമാണ്. ഇപ്പോൾ ട്രാൻസ്പോർട്ട് കമ്മീഷണറെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ട്രാൻസ്പോർട്ട് കമ്മീഷണറും അതേപോലെ ചീഫ് സെക്രട്ടറിയും തമ്മിൽ സംസാരിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ഉദ്യോഗസ്ഥരുടെ ഈ പദ്ധതി നടപ്പിലാക്കുന്നതിൽ, പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നതിൽ ഉദ്യോഗസ്ഥരുടെ പങ്ക് അത് ചെറുതല്ല, ഉദ്യോഗസ്ഥരെടുക്കേണ്ട എഫേർട്ട് ചെറുതല്ല. അതടക്കമുള്ള കാര്യങ്ങളിൽ ഉദ്യോഗസ്ഥരെ നമുക്ക് ഇക്കാര്യത്തിൽ അഭിനന്ദിക്കേണ്ടി വരും. ഏതായാലും ആ പദ്ധതി ഇന്ന് 9 മണി മുതൽ ഉദ്ഘാടനത്തിന് ശേഷം 9 മണി മുതൽ കേരളത്തിൽ ഓർഡിനറി ബസ്സുകളിൽ വനിതകൾക്ക് സൗജന്യ യാത്രയാണ്. ഏതാണ്ട് 3600-ലധികം ബസ്സുകളിലാണ് ആദ്യഘട്ടത്തിൽ
നടപ്പിലാക്കുക. മലബാറിലെ പ്രതിസന്ധി അടക്കമുള്ള കാര്യങ്ങൾ ഒരു ഭാഗത്തുണ്ട്. അതിന് കൂടുതൽ പ്രൈവറ്റ് ബസ്സുകളടക്കം വാടകയ്ക്കെടുത്ത ഈ പദ്ധതിയുടെ ഭാഗമാക്കുക, തമിഴ്നാട് മോഡൽ എന്ന രീതിയിലൊക്കെ പദ്ധതിയുടെ ഭാഗമാക്കുക ഒക്കെ സർക്കാർ ആലോചിക്കുന്നുണ്ട്. അടുത്ത ഘട്ടങ്ങളിൽ ആ രീതിയിലുള്ള മുന്നൊരുക്കങ്ങൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകും. അതിനൊക്കെ അപ്പുറത്തേക്ക് ഫാസ്റ്റ് പാസഞ്ചർ അതേപോലെ സൂപ്പർ ഫാസ്റ്റ് അടക്കമുള്ള ബസ്സുകളിൽ ഇനി ഈ പദ്ധതി വ്യാപിപ്പിക്കുമോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് കണ്ടറിയേണ്ടി വരുന്നു. ഇപ്പോൾ വേദിയിലേക്ക് നമുക്ക് കൂടുതൽ സ്ത്രീകൾ, കോൺഗ്രസ് പ്രവർത്തകർ, അതേപോലെ KSRTC സംഘടനാ പ്രതിനിധികളടക്കം ഈ വേദിയിലേക്ക് എത്തുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. അല്പസമയത്തിനുള്ളിൽ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഈ വേദിയിലേക്ക് എത്തും. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഈ അതിനുശേഷം, അതായത് ഇപ്പോൾ ഈ ബസ്സിൽ ആദ്യമായി യാത്ര ചെയ്യേണ്ട സ്ത്രീകളാണ് ഇപ്പോൾ ഈ പ്രധാനപ്പെട്ട വേദിയിൽ കൂടി തൊട്ടപ്പുറത്ത് ക്രമീകരിച്ചിരിക്കുന്ന ബസ്സിലേക്ക് കയറാൻ വേണ്ടി പോകുന്നത് എന്നുള്ളത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ കേരളത്തിന്റെ ഒരു പൊതുചിത്രത്തിൽ ഈ സ്ത്രീകളുടെ സൗജന്യ യാത്ര അടക്കമുള്ള കാര്യങ്ങൾ എങ്ങനെ നടപ്പിലാക്കുമെന്നുള്ളത് വലിയ ആശങ്കയായിരുന്നു. പക്ഷേ സർക്കാർ പിന്നോട്ടില്ല. സർക്കാർ പൂർണ്ണ അർത്ഥത്തിൽ ആ പദ്ധതി നടപ്പിലാക്കുന്നുണ്ട്. ഇനി മറ്റ് സർവീസുകൾ വ്യാപിപ്പിക്കുന്ന കാര്യം 100 ദിവസത്തെ പഠനത്തിന് ശേഷം അത് സ്വാഭാവികമായും അങ്ങനെ തന്നെയാണ്. പ്രൊജക്റ്റാണ്, അത് കൂടുതൽ പഠനം ആവശ്യമായിട്ടുണ്ട്. അത് KSRTC സംബന്ധിച്ചും കൂടുതൽ പഠനം ആവശ്യമായിട്ടുണ്ട്. ഞാൻ വരാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.